നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. എന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം കളി കളിച്ചിട്ടുണ്ടോ അവരെ നിശിതമായി വിമർശിക്കാൻ മുന്നിൽ നിന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം കറുത്ത മുത്ത ഐ എം വിജയനാണ്, നമ്മുടെ ഇതിഹാസ താരം. അദ്ദേഹം വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരമായി എഴുതുന്ന ഒരു പങ്ക്തിയുണ്ട് മലയാള മനോരമ പത്രത്തിൽ. സ്ഥിരം എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കോളമാണ്. ആ കോളത്തിൽ വീണ്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ കളികളിലൊക്കെ വിമർശിച്ച പോലെ തന്നെ അതിനിശ്ചിതമായി ബ്ലാസ്റ്റേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെയും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കോച്ചിനെ, പ്രത്യേകിച്ച് ഡേവിഡ് കറ്റാലയെ തുടർച്ചയായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സിനിമയിലെ ഡയലോഗ് ഉദ്ധരിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. ആ പങ്ക്തി തുടങ്ങുന്നത് തന്നെ പവനായി ശവമായി എന്നൊരു വളരെ പ്രസിദ്ധമായ ഡയലോഗ് ഉണ്ടല്ലോ മലയാള സിനിമയിൽ. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഒടുക്കം ഭവനായി ശവമായി എന്തൊക്കെയായിരുന്നു എന്നുള്ള അതായിരുന്നു. അതുപോലെ ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെയായിരുന്നു, ഡേവിഡ് കറ്റാല കോച്ച് എന്താ അവസ്ഥ എന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പങ്ക്തി തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് കറ്റാല എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മോശം കോച്ചാണ് ഡേവിഡ് കറ്റാല എന്ന് വിജയൻ പറയുന്നുണ്ട്. അതിന് കാരണം 6 കളികൾ 5 തോറ്റതോ 1 പോയിൻ്റ് മാത്രമുള്ളതോ ഒന്നുമല്ല. അതിനപ്പുറത്ത് 6 കളികൾ കളിച്ചിട്ടും സ്ഥിരമായ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ടാക്കാൻ ഡേവിഡ് കറ്റാലയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കറ്റാല എത്ര ദുർബലനാണ് എന്ന് കൃത്യമായിട്ട് ശരിയാവണ്ണം എം വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6 വിദേശ താരങ്ങളും ഒരു വിദേശ കോച്ചുമുള്ള ടീമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം എന്ന് അദ്ദേഹം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം വെറും കോച്ചിനെ മാത്രം നമ്മൾ കുറ്റം പറയരുത്, ടീം മാനേജ്മെൻറ്റും ഇതിന് ഉത്തരം പറയണമെന്ന് ഐ എം വിജയൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഒട്ടും കായികക്ഷമതയില്ലാത്ത, നിലവാരമില്ലാത്ത വിദേശ താരങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ടീം മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകളാണ്. അപ്പോൾ ടീം മാനേജ്മെൻറ്റ് ഇതിന് ഉത്തരം പറയണം എന്ന് ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഐ എം വിജയൻ. സാമ്പത്തിക പ്രതിസന്ധിയാണെന്നൊക്കെ പറയാം, പക്ഷേ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ 100% ഫുട്ബോൾ മാത്രമാണ് കാണാൻ കാണികൾ, പ്രേക്ഷകർ, ആരാധകർ ആഗ്രഹിക്കുന്നത് എന്നത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അത് വളരെ ശരിയാണ് താനും. ഫുട്ബോൾ കളത്തിലിറങ്ങിയാൽ പിന്നെ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏറ്റവും നല്ല കളി പുറത്തെടുക്കണം, അതിനു പറ്റിയ താരങ്ങളുണ്ടായിരിക്കണം. ഇത് കായികക്ഷമത പോലും ഇല്ലാതെ മിക്കപ്പോഴും ബെഞ്ചിലിരിക്കുന്ന വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? അത് കൃത്യമാണ് ഐ എം വിജയൻ ചോദിച്ചത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം മാനേജ്മെൻറ്റ് അടക്കമുള്ളവർ കൃത്യമായ ഉത്തരം പറയണം. ഇനിയിപ്പോൾ ഈ സീസണിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല ബ്ലാസ്റ്റേഴ്സിൽ നിന്ന്. 6 കളിയിൽ 5 തോറ്റു കഴിഞ്ഞു, ഇനി 7 കളിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ നിലയിൽ ഡേവിഡ് കറ്റാലയെയും ടീം മാനേജ്മെൻറ്റിനെയും ഒക്കെ നിശ്ചിതമായിട്ട് തന്നെയാണ് വിജയൻ വിമർശിച്ചിട്ടുള്ളത്.